വെൽക്കം ടു ATM ആൻഡ് വിഡ്രോ നോളജ്. റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ 11ാം ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഇതിനു മുമ്പുള്ള 10 ഭാഗങ്ങളും ഒന്ന് കാണുവാണെങ്കിൽ ഈ 11ാം ഭാഗം വളരെ ഈസി ആയിരിക്കും. ആ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ഉടനടി നിങ്ങൾക്ക് കിട്ടും. നേരെ ക്ലാസ്സിലേക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് പാസ്റ്റ് ടെൻസസിന് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുന്ന മാറ്റം, അസർട്ടീവ് സെന്റൻസിലുള്ള പാസ്റ്റ് ടെൻസസിന് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുന്ന മാറ്റമാണ്. മാറ്റങ്ങൾ ഇങ്ങനെയാണ്. സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആക്കി മാറ്റണം. ഇൻവെർട്ടഡ് കോമയിലുള്ള സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുന്നു. അതായത് സിമ്പിൾ പാസ്റ്റിന്റെ ഫോം സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ഫോം ദ വെർബ് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയി മാറുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഇൻവെർട്ടഡ് കോമയിലുള്ളതെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റണം. അതായത് സബ്ജക്ട് വാസ് ഓർ വെർ പ്ലസ് ING എന്നുള്ളത് സബ്ജക്ട് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ആയി മാറും. ഇനി മൂന്നാമത്തതും നാലാമത്തതുമായിട്ടുള്ള ടെൻസസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിന് രണ്ടിനും റിപ്പോർട്ടഡ് സ്പീച്ചിൽ മാറ്റമില്ല. അത് മാറ്റമില്ലാതെ തുടരുന്നു. ഈ രണ്ട് ടെൻസ് ആണെങ്കിൽ അത് അതുപോലെ തന്നെ നിലനിർത്തുന്നു. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് മാറുന്നത്. നമുക്ക് ചില എക്സാമ്പിൾസിലൂടെ ഇതൊന്ന് പരിശോധിക്കാം. 2 എക്സാമ്പിൾസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിനെ ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ സെന്റൻസ്, ഹി സെഡ് ദേ പ്ലേഡ് ഫുട്ബോൾ. ഹി സെഡ് ദേ പ്ലേഡ് ഫുട്ബോൾ. റിപ്പോർട്ടഡ് സ്പീച്ച് ഇവിടെ കിടക്കുന്ന റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് ഇൻവെർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസിന്റെ ടെൻസ് മാറ്റണമെന്ന് നമുക്കറിയാം. എപ്പോഴാണ് മാറ്റം വരുന്നത്? റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാറ്റം. ഇനി ഇൻവെർട്ടഡ് കോമയിലെ സെന്റൻസ് ഏതാണെന്ന് പരിശോധിക്കുന്നു. അത് അസർട്ടീവ് ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അസർട്ടീവ് എന്താണ്, എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത് മുൻ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതൊന്നുകൂടി ഇത് കാണുക. അപ്പൊ ഇത് അസർട്ടീവ് ആണ്. അസർട്ടീവ് ആയതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് നമ്മൾ ചേർക്കണമെന്ന് മറക്കരുത്. ഇനി ഇതിന്റെ ടെൻസ് പരിശോധിച്ചാൽ ദേ പ്ലേഡ് സബ്ജക്റ്റും പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ്. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സിമ്പിൾ പാസ്റ്റിനെ എങ്ങോട്ട് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആക്കി മാറ്റണം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വേണം, ഹാഡ് വേണം, പാസ്റ്റ് പാർട്ടിസിപ്പിളും വേണം. കാര്യങ്ങൾ വളരെ നിസ്സാരമാണ്. അപ്പൊ നമ്മൾ എഴുതുന്നു ഹി സെഡ്. റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ഇത് അസർട്ടീവ് ആയതുകൊണ്ട് ദാറ്റ്. ഹി സെഡ് ദാറ്റ്. ഇനി ഇതാ ഇവിടുത്തെ പേഴ്സണൽ പ്രൊനൗൺ ദേ. ദേ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണെന്ന് നമുക്കറിയാം. തേർഡ് പേഴ്സൺ ആണ് ഒരു പേഴ്സണൽ പ്രൊനൗൺ എങ്കിൽ അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതിന് റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റുമായോ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റുമായോ യാതൊരു ബന്ധവുമില്ല. തേർഡ് പേഴ്സണിലുള്ള പേഴ്സണൽ പ്രൊനൗൺസ് അതുപോലെ തന്നെ അവശേഷിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എഴുതാം ഹി സെഡ് ദാറ്റ് ദേ പ്ലേഡ് ഫുട്ബോൾ. തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് ദേ ആയിട്ട് തന്നെ നിൽക്കുന്നു. ദേ. ഇനി പ്ലേഡ് ഫുട്ബോൾ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ സബ്ജക്റ്റിന് ശേഷം ഹാഡ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളും വേണം. പ്ലേഡ് എന്നുള്ളത് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതാണ് ഇതിന്റെ റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പൊ ഹി സെഡ് ദാറ്റ് ദേ ഹാഡ് പ്ലേഡ് ഫുട്ബോൾ. വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്ത സെന്റൻസ് പരിശോധിക്കുന്നു. ഹി സെഡ് ദേ വർ പ്ലേയിങ് ഫുട്ബോൾ. കാര്യങ്ങൾ പാസ്റ്റ് ആണ്, അതുകൊണ്ട് ടെൻസ് മാറ്റണം. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വാസ് ഓർ വെർ പ്ലസ് ING. പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റുന്നു. അതായത് സബ്ജക്ട് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ആയി മാറണം. അപ്പൊ വെർ പ്ലസ് ING പോയി ഹാഡ് ബീൻ പ്ലസ് ING ആയി മാറണം. ഇനി ഇത് അസർട്ടീവ് ആയതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് വരണം. ഇങ്ങനെയാണ്. ഹി സെഡ് ദാറ്റ്. ദേ തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ പേഴ്സണൽ പ്രൊനൗൺ ആണെങ്കിൽ അത് അതുപോലെ തന്നെ നിൽക്കും.
കാര്യങ്ങൾ നമ്മൾ മുൻ വീഡിയോസിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ഒന്നുകൂടി ഒന്ന് കണ്ടേക്കുക. അപ്പോൾ ദേ ഈ സബ്ജക്റ്റിന് ഇങ്ങോട്ട് ഇറക്കി എഴുതി. ഇനി വേർ പ്ലസ് ING എന്തായി മാറണം? ഹാഡ് ബീൻ പ്ലസ് ING ആയി മാറണം. പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറുന്നു. They had been playing. They had been playing football എന്നായി മാറി. അപ്പോൾ he said they were playing football. He said that they had been playing football. അടുത്തതായി പാസ്റ്റ് ടെൻസിലെ അവസാന രണ്ട് ടെൻസസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആ ടെൻസസിന് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ മാറ്റമില്ല എന്ന് നമ്മൾ മുമ്പേ ചർച്ച ചെയ്തു. ഒന്ന് രണ്ട് എക്സാമ്പിൾസിലൂടെ ഒന്ന് പരിശോധിക്കാം. He said they had played football. They had played. Had plus past participle past perfect ആയി കഴിഞ്ഞു. അപ്പം ഇത് അസർട്ടീവ് സെന്റൻസ് ആണ്. റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് ചേർക്കണം എന്നറിയാം. He said that. തേർഡ് പേഴ്സൺ ആണ് പേഴ്സണൽ പ്രൊനൗൺ, അതുകൊണ്ട് അതിന് മാറ്റമില്ല. They. മുമ്പ് ദേ പ്ലേഡ് ഫുട്ബോൾ എന്നായിരുന്നു, അത് പാസ്റ്റ് ടെൻസ് ആയിരുന്നു. സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയിരുന്നു. ഇതിപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അതിന് മാറ്റമില്ല. ഈ ടെൻസ് അതുപോലെ തന്നെ എഴുതുന്നു. സോ ഹി സെഡ് ദാറ്റ് ദേ ഹാഡ് പ്ലേഡ് ഫുട്ബോൾ. ഇവിടെ വന്ന ഒരേ ഒരു മാറ്റം, ഇതിനകത്തുനിന്ന് ഇവിടെ വന്ന ഒരേ ഒരു മാറ്റം ഈ ദാറ്റ് എന്നുള്ള വേർഡ് എഴുതിയത് മാത്രമാണ്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഇത് നോക്കിയാൽ ഹി സെഡ് they had been playing football. ഇവിടെയും നമ്മൾ എഴുതുന്നു he said that. ഇൻവേർട്ടഡ് കോമയിലുള്ള സെന്റൻസ് had plus been plus ING പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും മാറ്റമില്ല, അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നതായിരിക്കും. സോ he said that, തേർഡ് പേഴ്സൺ, അതുകൊണ്ട് അതിന് മാറ്റമില്ല. had been plus ING past perfect continuous, അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നതായിരിക്കും. had been playing. They had been playing football. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അത് റിപ്പോർട്ടർ സ്പീച്ചിൽ അതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസസിനെ കുറിച്ചുള്ള ചെറിയ പാസ്റ്റ് ടെൻസിലുള്ള സെന്റൻസസിനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ചെറിയ വിവരണമാണ്. ഇനി പാസ്റ്റ് ടെൻസിലെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിനായി കാത്തിരിക്കുക. Till we meet next time, take care, goodbye. Please like, share and subscribe the channel.